നിങ്ങളൊരു ഡയമണ്ട് ജ്വല്ലറി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാണാൻ ഒരേപോലെ ഇരിക്കുന്ന 2 ഡയമണ്ടുകൾ, പക്ഷെ അതിന്റെ പ്രൈസിൽ ഭയങ്കര വ്യത്യാസം. ഇതിന് കാരണം 4 ഫാക്ടേഴ്സ് ആണ്: കളർ, കട്ട്, ക്ലാരിറ്റി, കാരറ്റ്. ഈ 4 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡയമണ്ടിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ ഡയമണ്ട് ജ്വല്ലറി GSC സർട്ടിഫൈഡ് ആണോ? GSC യിൽ നമ്മൾ ഓരോ ഡയമണ്ടുകളും 2 സ്റ്റേജുകളായിട്ട് 8 ലെവൽ ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. GSC യുടെ ഓരോ സർട്ടിഫിക്കറ്റും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ഡയമണ്ട് ജ്വല്ലറികളും GSC സർട്ടിഫൈഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ലാബ് ഗ്രോൺ ഡയമണ്ട്സും നാച്ചുറൽ ഡയമണ്ട്സും നിങ്ങൾക്ക് എന്താണെന്നറിയോ? ലാബ് ഗ്രോൺ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ലാബുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇവയുടെ കട്ട്, കളർ, ക്ലാരിറ്റി ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ നാച്ചുറൽ ഡയമണ്ടിനെ പോലെയാകാം. പക്ഷേ ഇത് നാച്ചുറൽ ഡയമണ്ട് പോലെ അത്ര റെയർ അല്ല. ഇവയുടെ പ്രൈസിലും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ നാച്ചുറൽ ഡയമണ്ട് ആണോ ലാബ് ഗ്രോൺ ഡയമണ്ട് ആണോ എന്ന് സർട്ടിഫിക്കറ്റിൽ നോക്കാൻ ശ്രദ്ധിക്കുക, മറക്കരുത്. ഒരു ഫ്ലോലെസ് ഡയമണ്ട് ആയിക്കോട്ടെ, പക്ഷേ അതിന് ജ്വല്ലറിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ പുവർ സെറ്റിംഗ് ആണെങ്കിൽ അതിന് ആ ബ്രില്യൻസും ബ്രൈറ്റ്നസും ഒന്നും ഉണ്ടാവില്ല. GSC യിൽ നമ്മൾ ഡയമണ്ടിന്റെ ക്വാളിറ്റി മാത്രമല്ല ഉറപ്പുവരുത്തുന്നത്, GSC യിൽ നമ്മൾ ആ ജ്വല്ലറിയുടെ ക്വാളിറ്റിയും കൂടി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അവസാനമായി, ഡയമണ്ട് വാങ്ങുമ്പോൾ പ്രൈസ് മാത്രം നോക്കരുത്, അതിന്റെ റിട്ടേൺ പോളിസിയും അതിന്റെ വാറന്റി പോളിസിയും കൂടി നോക്കി ഉറപ്പുവരുത്തണം, മറക്കരുത്.